വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എക്കണോമിക് ബോട്ടണി എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്കണോമിക് ബോട്ടണി എന്താണ്? എക്കണോമിക് ബോട്ടണി is the application of botanical knowledge to well-being of mankind. ബൊട്ടാണിക്കൽ നോളജുകളെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. അതിൽ നിന്നും പല പല പ്രോഡക്റ്റുകളും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കണോമിക് ബോട്ടണി. പ്രധാനമായും നമ്മൾ പ്ലാന്റുകളെ യൂസ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഫുഡ് പ്ലാന്റ്. അതിന് എക്സാമ്പിളുകളാണ് സിറിയൽസ്, മില്ലറ്റ്സ്, ഓയില്, സ്പൈസസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എക്സെട്ര. മെഡിസിൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഫുഡ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അടുത്തയാണ് മെഡിസിനൽ പ്ലാന്റുകൾ. മെഡിസിനൽ പ്ലാന്റുകൾക്കകത്ത് വരുന്നതാണ് ഒപ്പിയം, അശ്വഗന്ധ. ഇത്തരത്തിലുള്ള പ്ലാന്റുകളെയൊക്കെ നമ്മൾ നീം, വേപ്പ്, ഇതുപോലെയുള്ള പ്ലാന്റുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മെഡിസിനൽ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ടിമ്പർ ആൻഡ് ഫൈബർ ഈൽഡിങ്ങിന് വേണ്ടി, തടികൾക്കും ഫൈബറുകൾക്കും വേണ്ടി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫൈബറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്ലാന്റുകളെ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് കോട്ടൺ, ജൂട്ട്, ഹെമ്പ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫൈബറുകളാണ്. ഇതൊക്കെയാണ് എക്കണോമിക്കലായിട്ട് നമ്മുടെ പ്ലാന്റുകളെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഫുഡ് പ്ലാന്റുകൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫുഡ് പ്ലാന്റുകൾക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് സിറിയൽസും മില്ലറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് ക്രോപ്സ് ആണ് ഏത്? സിറിയൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് പ്ലാന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് ക്രോപ്സ് ആണ് ഏത്? സിറിയൽസ് എന്ന് പറയുന്നത്. സിറിയൽസിനകത്ത് വരുന്ന മെമ്പേഴ്സ് എല്ലാം ഗ്രാമിനെ അല്ലെങ്കിൽ പോയേസിയെ, പുല്ലുവർഗത്തിൽപ്പെട്ട പോയേസിയ ഫാമിലിക്കകത്ത് വരുന്നവരായിരിക്കും ആര്? ഈ സിറിയൽസ് എന്ന് പറയുന്നത്. 6 ട്രൂ സിറിയൽസ് ആണ് നമുക്കുള്ളത്. റൈസ്, വീറ്റ്, മൈസ്, ബാർലി, ഓട്സ്, റേ. ഈ എക്സാമ്പിളുകൾ നോക്കി വെക്കണം. കാര്യം സിറിയൽസും മില്ലറ്റ്സും തമ്മിൽ എന്ത് തരും? നമുക്ക് ഓപ്ഷനുകളിൽ വ്യത്യാസം വരും. അപ്പോൾ സിറിയൽസ് ഏതൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. റൈസ്, വീറ്റ്, മൈസ്, ബാർലി, ഓട്സ്, റേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ സിറിയൽസ്. ഈ സിറിയൽസില് കാർബോഹൈഡ്രേറ്റിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. ഹൈ പെർസെൻറ്റേജ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും ആർക്കുള്ളത്? സിറിയൽസിന് ഉള്ളത്. അതിലൊന്നാമത്തെ ആളാണ് റൈസ്. റൈസ് എന്ന് പറയുന്നത് ഒരു ഖാരിഫ് ക്രോപ്പാണ്. ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ റെയിനി സീസണിലായിരിക്കും അവരുടെ സോയിങ്ങും, റെയിനി സീസണിൽ തന്നെ ആയിരിക്കും അവരുടെ ഹാർവെസ്റ്റിങ്ങും നടക്കുന്നത്. അപ്പോൾ സോയിങ്ങും ഹാർവെസ്റ്റിങ്ങും ഒക്കെ ഒരു റെയിനി സീസണുമായി റിലേറ്റ് ചെയ്ത് കാണുന്ന ക്രോപ്പുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ഖാരിഫ് ക്രോപ്പ്. റൈസിന്റെ സയന്റിഫിക് നെയിം ഒറൈസ സറ്റൈവ. അവർ വരുന്ന ഫാമിലി ഗ്രാമിനെ അല്ലെങ്കിൽ പോയേസിയെ. റൈസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാരിയോപ്സിസ്. പുല്ലുവർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പോയേസിയ ഫാമിലി മെമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ടാണ് ഏത്? കാരിയോപ്സിസ്. ഈ കാരിയോപ്സിസിന്റെ പ്രത്യേകത, നമ്മൾ ഫ്രൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ടിനകത്ത് എന്തുണ്ട്? സീഡ് ഉണ്ട്. ഈ സീഡ് കോട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ടിന്റെ വോളുമായിട്ട് ചേർന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. സെപ്പറേഷൻ ഒന്നും കാണത്തില്ല. The seed coat is fused with fruit wall. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഫ്രൂട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഗ്രെയിൻ. ഗ്രെയിൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആ മോർഫോളജിക്കലി യൂസ്ഫുൾ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രെയിൻ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കും എൻഡോസ്പേം. അപ്പോൾ ഫ്രൂട്ടിനകത്തിരിക്കുന്ന ഈ ഒരു എൻഡോസ്പേം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫ്രൂട്ടിന്റെ പ്രത്യേകത, സീഡ് കോട്ട് എന്ന് പറയുന്നത് ഫ്രൂട്ട് വോളുമായിട്ട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ആരുടെ കേസ്? റൈസ്. സയന്റിഫിക് നെയിം ഓർത്ത് വെക്കുക, ഒറൈസ സറ്റൈവ. രണ്ടാമത്തെ ആളാണ് വീറ്റ്. വീറ്റ് എന്ന് പറയുന്ന ഒരു റാബി ക്രോപ്പാണ്. ഇവരുടെ സോയിങ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ ടു നവംബർ ആയിരിക്കും. ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം മാർച്ച് ടു ഏപ്രിൽ ആയിരിക്കും. അങ്ങനെയുള്ള വിളകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. വീറ്റിന്റെ സയന്റിഫിക് നെയിം ട്രിറ്റിക്കം ഈസ്റ്റിവം. ട്രിറ്റിക്കം ഈസ്റ്റിവം. ഇതും വരുന്ന ഫാമിലി പോയേസിയ ആണ്.
മോർഫോളജി യൂസ്ഫുൾ പാർട്ട് ഏതാണ്? എൻഡോസ്പേം ആണ് നമ്മുടെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗം. ഇനി ഇതിന്റെ പ്രത്യേകത, ഇവരെ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് മില്ലിങ്. ഇവരുടെ ഗ്രെയിനെ നമുക്ക് എന്ത് ചെയ്യാം? പൊടിക്കാം. ആൻഡ് വി ഗോട്ട് എ ഫ്ലോർ, അതിന്റെ പൊടി കിട്ടും. ദ ഫ്ലോർ ഈസ് 3 kind. നമ്മൾ 3 കൈൻഡിലാണ് ഈ ഫ്ലോർ യൂസ് ചെയ്യുന്നത്. സൂചി, മൈദ, ആട്ട. അപ്പോൾ ഇതെല്ലാം വീറ്റിന്റെ ഡിഫറെന്റ് ഫോമുകളാണ്. നമ്മൾ വീറ്റിനെ അതിന്റെ ഗ്രെയിനിനെ എടുത്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡിഫറെന്റ് ഫോമുകളാണ് സൂചി, മൈദ, ആട്ട. ദ ഫ്ലോർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ് ആൻഡ് ചപ്പാത്തീസ്. ബ്രെഡും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഫ്ലോർ യൂസ് ചെയ്യും. അതിന്റെ സയന്റിഫിക് നെയിം ഓർത്ത് വെക്കുക, ട്രിറ്റിക്കം ഈസ്റ്റിവം. വീറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ബിയർ ആൻഡ് ആൽക്കഹോളിക് ബിവറേജ്. ആൽക്കഹോളിക് ബിവറേജുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും നമ്മൾ വീറ്റ് യൂസ് ചെയ്യും. ഈ വീറ്റിന്റെ സ്ട്രോ നമ്മളൊരു ഫോഡറായിട്ട് യൂസ് ചെയ്യും. വീറ്റിന്റെ പ്രധാനപ്പെട്ട 2 വെറൈറ്റികളാണ് സൊണാലികയും കല്യാൺ സോണയും. സൊണാലിക ആൻഡ് കല്യാൺ സോണ. വീറ്റിന്റെ പ്രധാനപ്പെട്ട 2 വെറൈറ്റികളാണ് സൊണാലിക ആൻഡ് കല്യാൺ സോണ. അടുത്ത സിറിയലാണ് മൈസ്. മെയ്സ് ഈസ് ഓൾസോ എ കാരിഫ് ക്രോപ്പ്. സയന്റിഫിക് നെയിം സിയാ മെയ്സ്. ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ഇന്ത്യൻ കോൺ. അപ്പോൾ ഇന്ത്യൻ കോൺ എന്നറിയപ്പെടുന്ന സിറിയൽ ഏതാണെന്ന് ചോദിച്ചാൽ സിയാ മെയ്സ് ആണ്. ഇവരുടെ ഗ്രെയിൻ ന്യൂട്രീഷ്യസ് ആണ്. കോൺ സ്റ്റാർച്ച് ഉണ്ടാക്കാനും ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഉണ്ടാക്കാനും ഗ്ലൂക്കോസിന്റെ മാനുഫാക്ചറിനും നമ്മൾ ആരെ ഉപയോഗിക്കും? ഈ സിയാ മെയ്സിനെ യൂസ് ചെയ്യും. ഇവരിൽ നിന്ന് നമുക്കൊരു ഓയിൽ കിട്ടും, എ കോൺ ഓയിൽ. ഇത് നമ്മൾ സോപ്പ് മേക്കിങ്ങിലും ലൂബ്രിക്കേഷനിലും ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ യൂസ് ചെയ്യും. കോൺഫ്ലേക്സ് യൂസ്ഡ് ആസ് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ്. കോൺഫ്ലേക്സ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡായിട്ടും യൂസ് ചെയ്യും. സിയാ മെയ്സ് അല്ലെങ്കിൽ മെയ്സിന്റെ 2 വെറൈറ്റികളാണ് പ്രധാനപ്പെട്ട വിജയ് ആൻഡ് ശക്തി. ഇതാണ് 3ാമത്തെ സിറിയല്. അടുത്ത ഒരു റാബി ക്രോപ്പ് ആയിട്ടുള്ള സിറിയലാണ് ബാർലി. ബാർലിയുടെ സയന്റിഫിക് നെയിം ഹോർഡിയം വൾഗാരെ. അപ്പോൾ ബാർലിയുടെ സയന്റിഫിക് നെയിം ആണ് ഹോർഡിയം വൾഗാരെ. ഇതും ഒരു പോയേസിയ ഫാമിലിയാണ്. ഇതിന്റെയും യൂസ്ഫുൾ പാർട്ട് ഗ്രെയിൻ അല്ലെങ്കിൽ എൻഡോസ്പേം ആണ്. ഇതും നമ്മൾ എന്തിനു യൂസ് ചെയ്യും? ആൽക്കഹോളിക് ബിവറേജ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. അടുത്തയാണ് ഓട്സ്. അവീന സട്ടൈവ. ഓട്സിന്റെ സയന്റിഫിക് നെയിം ആണ് അവീന സട്ടൈവ. ഹൈ ഫാറ്റ്, പ്രോട്ടീൻ, മിനറൽ കണ്ടന്റ് ആയിരിക്കും. ഫാറ്റിന്റെയും പ്രോട്ടീന്റെയും ഒക്കെ കണ്ടന്റ് കുറച്ചുകൂടി കൂടുതലുള്ള ഒരു സിറിയലാണ് ഏത്? ഓട്സ്, അവീന സട്ടൈവ. അടുത്തയാളാണ് റേ. സെക്കാലെ സിറിയലെ. ചീഫ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ്. ദ ബ്രെഡ് ഓഫ് റേ ഈസ് കോൾഡ് ബ്ലാക്ക് ബ്രെഡ്. സെക്കാലെ സിറിയല് വഴി ഉണ്ടാക്കുന്ന ബ്രെഡിന് ഒരു ബ്ലാക്ക് കളർ ആയിരിക്കും. ഡ്യൂ ടു ഇറ്റ്സ് ഡാർക്ക് കളർ. ഇവർക്കൊരു ഡാർക്ക് കളറാണ്. അതുകൊണ്ട് അതുവഴി കിട്ടുന്ന ബ്രെഡുകൾക്കും എന്തായിരിക്കും? ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ ആയിരിക്കും. ദ സ്ട്രോ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പേപ്പർ. പേപ്പർ ഇൻഡസ്ട്രിയിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഈ സെക്കാലെ സിറിയലെ എന്ന് പറയുന്ന സിറിയൽസ് നമ്മൾ യൂസ് ചെയ്യും. ഇതാണ് 1ാമത്തെ ഫുഡ് ക്രോപ്പ് ആയിട്ടുള്ള സിറിയൽസ്. 2ാമത്തെ ആളാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സിന്റെ പ്രത്യേകത, സിറിയൽസുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും കാണില്ല. പക്ഷെ ഇവരുടെ സീഡ് എന്ന് പറയുന്നത് ചെറിയ സീഡായിരിക്കും, സ്മോൾ സീഡഡ് ആയിരിക്കും, ഡ്രോട്ട് റെസിസ്റ്റന്റ് ഗ്രെയിൻ ആയിരിക്കും. ഒരു ഡ്രൈ ഏരിയയിലൊക്കെ, കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും ഇവർ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ സീഡുകളുള്ള സിറിയൽസിനെക്കായാലും സീഡിന്റെ സൈസ് ചെറുതായിട്ടുള്ളവർ വരുന്ന ഗ്രൂപ്പാണ് ഏത്? മില്ലറ്റ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടുള്ള മില്ലറ്റ്സുകളാണ് സോർഗം. ഇതാണ് ഞാൻ പറഞ്ഞത്, എക്സാമ്പിൾ തിരിഞ്ഞു പോകരുത്. സോർഗം, പേൾ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ്, ഇറ്റാലിയൻ മില്ലറ്റ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളുകളാണ്? മില്ലറ്റ്സിന് എക്സാമ്പിളാണ്. സോർഗം വൾഗാരെ, ഇതാണ് നമ്മുടെ ജോവർ എന്നറിയപ്പെടുന്നത്. ജോവർ എന്നറിയപ്പെടുന്ന ആരെയാണ്? സോർഗത്തിനെയാണ്. സോർഗം വൾഗാരെ. ഇതിന്റെയും യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം തന്നെയാണ്. അടുത്ത ആളാണ് പേൾ മില്ലറ്റ്. പേൾ മില്ലറ്റ് എന്നറിയപ്പെടുന്ന ഏത് ക്രോപ്പാണ്? ബെജറ. ബെജറയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് പേൾ മില്ലറ്റ്. സയന്റിഫിക് നെയിം പെനിസിറ്റം ഗ്ലൗക്കം.
പെനിസിറ്റം ഗ്ലൗക്കം. അപ്പോൾ പേൾ മില്ലറ്റ് ആരാണ്? ബജ്റയാണ്. പെനിസിറ്റം ഗ്ലൗക്കം. ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എലൂസൈൻ കൊറയ്ക്കാന. എലൂസൈൻ കൊറയ്ക്കാന. എലൂസൈൻ കൊറയ്ക്കാനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഫിംഗർ മില്ലറ്റ്. നമ്മുടെ റാഗി ഉണ്ടല്ലോ, റാഗി, ഈ റാഗി വരുന്നതാണ് ഏത്? ഫിംഗർ മില്ലറ്റ്. എലൂസൈൻ കൊറയ്ക്കാന. ഇറ്റാലിയൻ മില്ലറ്റ് ആരാണ്? സെറ്റാറിയ ഇറ്റാലിക്ക. സെറ്റാറിയ ഇറ്റാലിക്ക. ഈ പേരുകൾ പഠിച്ചു വെക്കുക. ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എലൂസൈൻ കൊറയ്ക്കാന. പേൾ മില്ലറ്റ് ബജ്റ, പെനിസിറ്റം ഗ്ലൗക്കം. സോർഗം, സോർഗം വൾഗാരെ, ജോവർ. ഇതെല്ലാം പ്രധാനപ്പെട്ട മില്ലറ്റ്സിന് എക്സാമ്പിളുകളാണ്. അടുത്ത ഫുഡ് ക്രോപ്പ് ആണ് പൾസസ്. നമ്മുടെ പയറുവർഗത്തിൽപ്പെട്ട ലെഗുമിനോസെ ഫാമിലിയിൽപ്പെട്ട മെമ്പേഴ്സിലുള്ള ആൾക്കാർ വരുന്ന ഗ്രൂപ്പാണ് ഏത്? പൾസസ്. പൾസസിന്റെ പ്രത്യേകത സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീന്റെ റിച്ച് സോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? പൾസസ് എന്ന് പറയുന്നത്. ഈ പൾസസിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? സീഡാണ്. മോർഫോളജിക്കലി യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ സീഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് പ്രധാനപ്പെട്ട പൾസസ് ഏതൊക്കെയാണ്, അവരുടെ സയന്റിഫിക് നെയിം എന്താണ്? ഗ്രാം, സിസർ അറീറ്റിനം. സിസർ അറീറ്റിനം ഒരു റാബി ക്രോപ്പാണ്. ഇതിന് നമ്മൾ കിങ് ഓഫ് പൾസസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പൾസ് ഗ്രൂപ്പാണ് ഏത്? സിസർ അറീറ്റിനം. അടുത്താണ് പീജിയൻ പി. പീജിയൻ പിയുടെ സയന്റിഫിക് നെയിം കജാനസ് കജാൻ. കജാനസ് കജാൻ. സോയാബീൻ, ഗ്ലൈസിൻ മാക്സ്. സോയാബീന്റെ സയന്റിഫിക് നെയിം ആണ് ഗ്ലൈസിൻ മാക്സ്. അടുത്തതാണ് ഗാർഡൻ പി. ഗാർഡൻ പീന്റെ സയന്റിഫിക് നെയിം ആണ് പൈസം സറ്റൈവം. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗാർഡൻ പി. അതിന്റെ സയന്റിഫിക് നെയിം ആണ് പൈസം സറ്റൈവം. അടുത്തതാണ് ബ്ലാക്ക് ഗ്രാം. ബ്ലാക്ക് ഗ്രാമിന്റെ സയന്റിഫിക് നെയിം വിഗ്ന മുൻഗോ. വിഗ്ന മുൻഗോ. ഗ്രീൻ ഗ്രാമിന്റെ സയന്റിഫിക് നെയിം ആണ് വിഗ്ന റേഡിയേറ്റ. കൗപ്പി, വിഗ്ന അംഗ്വിക്കുലേറ്റ. അംഗ്വിക്കുലേറ്റ. ഗ്രൗണ്ട് നട്ട് സയന്റിഫിക് നെയിം അറാച്ചിസ് ഹൈപ്പോജിയ. അറാച്ചിസ് ഹൈപ്പോജിയ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പൾസ് ഗ്രൂപ്പുകൾ. വേറെയും ഉണ്ട്, നമ്മൾ കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഗ്രാം, സിസർ അറീറ്റിനം, പീജിയൻ പി കജാനസ് കജാൻ, സോയാബീൻ ഗ്ലൈസിൻ മാക്സ്, ഗാർഡൻ പി പൈസം സറ്റൈവം, ബ്ലാക്ക് ഗ്രാം വിഗ്ന മുൻഗോ, ഗ്രീൻ ഗ്രാം വിഗ്ന റേഡിയേറ്റ, കൗപ്പി വിഗ്ന അംഗ്വിക്കുലേറ്റ, ഗ്രൗണ്ട് നട്ട് അറാച്ചിസ് ഹൈപ്പോജിയ. ഓക്കെ, അടുത്താണ് ഷുഗർ ഈൽഡിംഗ് പ്ലാന്റ്. പഞ്ചസാര, ഷുഗറിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ആളാണ് ഷുഗർ കെയിൻ. സയന്റിഫിക് നെയിം സക്കാരം ഒഫിസിനാരം. സക്കാരം ഒഫിസിനാരം. ഷുഗർ കെയിന്റെ സയന്റിഫിക് നെയിം സക്കാരം ഒഫിസിനാരം. അവർ വരുന്ന ഫാമിലി പോയേസിയെ. ഇനി എന്താണ് ഇവരുടെ മോർഫോളജിക്കലി യൂസ്ഫുൾ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്റ്റെമ്മാണ്. ജ്യൂസി ആയിട്ടുള്ള സ്റ്റെമ്മാണ് നമ്മൾ ഷുഗറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവരുടെ സ്റ്റെമ്മിന് ഒരു പ്രത്യേകതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോഡുകളും ഇന്റർനോഡുകളും ഉള്ള ഒരു സോളിഡ് സ്റ്റെം ആയിരിക്കും ഈ ഷുഗർ കെയിൻ ഉള്ളത്. ആ സ്റ്റെമ്മിനെ നമ്മളൊരു പേര് വിളിക്കും, കുലം എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ് കുലം. ദ കണ്ടെയ്ൻ ന്യൂമറസ് ജ്യൂസി ഫൈബ്രസ് സ്ട്രാൻഡ്. ഫൈബ്രസ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഒരുപാട് സ്ട്രാൻഡുകൾ ഉണ്ട്. അതിൽ നിന്നുമാണ് നമ്മൾ ഷുഗർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് യൂസ്ഡ് ആസ് എ സ്വീറ്റനർ ഫോർ എഡിബിൾ ഡിഷസ്. ഒരു സ്വീറ്റനർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഷുഗർ കെയിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഷുഗർ ഈൽഡിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്ലാന്റ് ആണ് ബീറ്റ വൾഗാരിസ്. ബീറ്റ വൾഗാരിസ്. ഇതിനെ നമ്മൾ അറിയപ്പെടുന്ന പേര് ഷുഗർ ബീറ്റ്. അപ്പോൾ ഷുഗർ ബീറ്റ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബീറ്റ വൾഗാരിസ്. സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഷുഗർ ക്രോപ്പ്. നമ്മൾ ഷുഗർ കെയിന് ശേഷം ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഷുഗർ ക്രോപ്പ് ആണ് ഏത്? ബീറ്റ വൾഗാരിസ്. ഈ ബീറ്റ വൾഗാരിസിന്റെ റൂട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വ്യത്യാസമുണ്ട്. ഷുഗർ കെയിന്റെ എന്താ നമ്മൾ യൂസ് ചെയ്തത്? സ്റ്റെമ്മാണ്.
ഷുഗർ കെയിൻ്റെ ജ്യൂസി സ്റ്റെം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബീറ്റ വൾഗാരിസിന്റെ റൂട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ റൂട്ടിൽ 15-20% ആരാ ഉള്ളത്? സൂക്രോസ് ആണുള്ളത്. സൂക്രോസ്. ഈ സൂക്രോസിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഈ ഷുഗർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ മോർഫോളജിക്കലി യൂസ്ഫുൾ പാർട്ട് ഏതാന്ന് ചോദിച്ചാൽ റൂട്ടാണ്. ഷുഗർ കെയിൻ്റെ മോർഫോളജിക്കലി യൂസ്ഫുൾ പാർട്ട് ചോദിച്ചാൽ അത് സ്റ്റെം ആണ്. അടുത്തതാണ് ഫൈബർ ഈൽഡിങ് പ്ലാന്റ്. ഫൈബറിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത്. അപ്പോൾ എന്താണ് ഫൈബർ? ഫൈബർ എന്ന് പറഞ്ഞാൽ സ്ക്ലീറൻകൈമാറ്റസ് ആയിട്ടുള്ള സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈബർ. സ്ക്ലീറൻകൈമാറ്റസ് സെല്ലുകളിൽ കാണുന്ന സ്ലെൻഡർ ആയിട്ടുള്ള സ്ട്രാൻഡുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഫൈബേഴ്സ്. സ്ക്ലീറൻകൈമാറ്റയുടെ പ്രത്യേകത അവർ നോൺ ലിവിങ് ആയിരിക്കും. അങ്ങനെ നോൺ ലിവിങ് ആയിട്ടുള്ള സ്ക്ലീറൻകൈമാറ്റ സെല്ലുകൾ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോം ആണ് ഏത്? ഫൈബർ എന്ന് പറയുന്നത്. ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രാൻഡ് പോലെ കാണുന്ന ഫോം ആണ് ഫൈബർ എന്ന് പറയുന്നത്, വിത്ത് ടാപ്പറിങ് എൻഡ്. ഇതിനകത്ത് 3 ടൈപ്പ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് ഉണ്ട്. നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റൈൽ ഫൈബേഴ്സ്. ബ്രഷ് ഫൈബേഴ്സ് ഉണ്ട്, നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്. നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് നോക്കാനുള്ള ആൾ ആരാണ്? ടെക്സ്റ്റൈൽ ഫൈബറുകളാണ്. നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റൈൽ ഫൈബറുകളാണ് നമ്മൾ നോക്കുന്നത്. ഇത് 3 ഗ്രൂപ്പായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ടെക്സ്റ്റൈൽ ഫൈബേഴ്സ് വരുന്നത് 3 ഗ്രൂപ്പുകളിലായിട്ടാണ്. ചിലത് സർഫസ് ഫൈബറുകളായിട്ട് വരും. സീഡിന്റെ കോട്ടിന് പുറത്ത് ചില എക്സ്റ്റൻഷൻ പോലെ ഫൈബറുകൾ കാണും. അത് ഈസ് കോൾഡ് സർഫസ് ഫൈബർ. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കോട്ടൺ. സർഫസ് ഫൈബറിന് എക്സാമ്പിൾ ആണ് കോട്ടൺ എന്ന് പറയുന്നത്. സോഫ്റ്റ് ഫൈബറുകളുണ്ട്. സോഫ്റ്റ് ഫൈബറിന് എക്സാമ്പിൾ ആണ് ഫ്ലാക്സ്, ഹെമ്പ്, ജൂട്ട്, റാമി. ചില കേസിൽ ഹാർഡ് ഫൈബറുകളുണ്ട്. എക്സാമ്പിൾ കോക്കനട്ട് ആൻഡ് പൈനാപ്പിൾ. ഇതിൽ നമുക്ക് നോക്കാനുള്ള ഒന്നാമത്തെ ഫൈബർ ആണ് കോട്ടൺ. കോട്ടന്റെ സയന്റിഫിക് നെയിം ഗോസിപ്പിയം. ഗോസിപ്പിയത്തിന്റെ കൂടെ പല ആൾക്കാർ വരാം. ഗോസിപ്പിയം അർബോറിയം, ഗോസിപ്പിയം ഹിർസ്യൂട്ടം, ഗോസിപ്പിയം ഹെർബേഷ്യം, ഏത് വേണമെങ്കിലും വരാം. ഇതൊക്കെ ഡിഫറെന്റ് വെറൈറ്റികളാണ്. സോ അതിന്റെ സയന്റിഫിക് നെയിം ഗോസിപ്പിയം. എന്താണ് കോട്ടന്റെ മോർഫോളജിക്കലി യൂസ് ചെയ്യുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ സീഡ് കോട്ട് ഫൈബർ അല്ലെങ്കിൽ സീഡ് ഹെയറുകളാണ്. സീഡിന് പുറമേ കാണുന്ന ഈ എക്സ്റ്റൻഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെയർസ്. ദേ ആർ കോൾഡ് ഫൈബേഴ്സ്. ഇവര് സെല്ലുലോസ് ഫൈബറുകളായിരിക്കും. ഇതാണ് നമ്മൾ ഫൈബറുകളായിട്ട് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. Cotton fibers are delicate tubular prolongation of peripheral wall of the seed. സീഡിന്റെ വോളിന് പെരിഫറലി കാണുന്ന ട്യൂബുലാർ ആയിട്ടുള്ള ഇലോങ്ങേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോട്ടൺ ഫൈബേഴ്സ്. അത് തിക്ക് വോൾ ആയിരിക്കും. ഹെയർസ് എന്തായിരിക്കും? തിക്ക് വോൾ ആയിരിക്കും. ഒരു ട്വിസ്റ്റഡ് ക്യാരക്ടർ ആയിരിക്കും. സോ ദാറ്റ് ഫൈബർ ഈസ് കോൾഡ് ലിൻഡ് ഫൈബർ. അപ്പോൾ ഈ കോട്ടൺ ഫൈബറുകളെ, ഈ സീഡ് കോട്ടിന് പുറത്ത് കാണുന്ന ഈ ഹെയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിൻഡ് ഫൈബർ. അപ്പോൾ ഒരു കോട്ടൺ ഫൈബറിന് എക്സാമ്പിൾ ആണ് ഏത്? ലിൻഡ് ഫൈബർ. ലിൻഡ് ഫൈബർ എന്ന് പറയുന്ന ആരാണ്? ഒരു കോട്ടൺ ഫൈബറിന് എക്സാമ്പിൾ ആണ്. ഈ ലിൻഡ് ഫൈബറിന് ഇടയ്ക്കായിട്ട് കാണുന്ന ഇന്റർമിങ്കിൾഡ് ചെയ്ത് കാണുന്ന കുറച്ച് ഹെയർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ് ഹെയർസ്. അപ്പോൾ ഫസ് ഹെയർസ് അല്ല നമ്മൾ കോട്ടൺ ഫൈബർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ലിൻഡ് ഹെയർസ് ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? കോട്ടൺ ഫൈബർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോട്ടൺ സീഡിന്റെ പുറത്ത് പല ടൈപ്പ് ഹെയറുകളുണ്ട്. ഫസ് ഹെയറും ഉണ്ട്, ലിൻഡ് ഹെയറുകളും ഉണ്ട്. ഈ ലിൻഡ് ഹെയറുകളാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? കോട്ടൺ ഫൈബർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് ഫൈബേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ബ്ലാസ്റ്റ് ഫൈബർ. സോഫ്റ്റ് ഫൈബർ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫൈബറിന്റെ പ്രത്യേകത ഫ്ലോയം ഫൈബറിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റ് ഫൈബർ. നമ്മൾ ഫ്ലോയം എടുത്തു കഴിഞ്ഞാൽ ഫ്ലോയത്തിനകത്ത് ഈ എലമെന്റുകളിൽ ഇടയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് ചില ഫൈബറുകളുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോയം ഫൈബേഴ്സ്, നോൺ ലിവിങ് ആയിട്ടുള്ള ഫ്ലോയം ഫൈബേഴ്സ്. ഈ ഫ്ലോയം ഫൈബേഴ്സിന് നമ്മൾ എക്കണോമിക്കലി യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ബാസ്റ്റ് ഫൈബർ അല്ലെങ്കിൽ സോഫ്റ്റ് ഫൈബർ. So they are called phloem fibers. The fibers support the conductive cells. Economically important ആയിട്ടുള്ള ബാസ്റ്റ് ഫൈബറിൽ ഒന്നാമത്തെയാണ് ഫ്ലാക്സ്. ഫ്ലാക്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഫ്രം ദി സ്റ്റെം ഓഫ് ദി പ്ലാന്റ് ലിനം യൂസിറ്റാറ്റിസിമം.
ഫൈബർ ഈസ് മോർ ക്രിസ്റ്റലൈൻ, സ്റ്റിഫർ ടു ഹാൻഡിൽ, മോർ ഈസിലി വ്രിങ്കിൾഡ്. കുറെ കൂടെ ഹാൻഡിൽ ചെയ്യാൻ എന്താണ്? സ്റ്റിഫർ ആണ്, ക്രിസ്റ്റലൈൻ ആണ്. ഏതെന്ന് പറയുന്നത്? ഫ്ലാക്സ് എന്ന് പറയുന്നത്. അടുത്തയാണ് ജൂട്ട്. ജൂട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ് ആണ് ക്രോക്കോറസ് ക്യാപ്സുലാരിസ്. ക്രോക്കോറസ് ക്യാപ്സുലാരിസ് എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ജൂട്ട് എടുക്കുന്നത്. ഹെമ്പ്, അനദർ സോഫ്റ്റ് ഫൈബർ ആണ് ഹെമ്പ്. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി സ്റ്റെം ഓഫ് കാനബിസ് സറ്റീവ. ഹെമ്പ് എന്ന് പറയുന്ന സോഫ്റ്റ് ഫൈബർ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ് ആണ് കാനബിസ് സറ്റീവ. ഇത് കുറച്ചും കൂടെ സ്ട്രോങ്, ഡ്യൂറബിൾ ആയിട്ടുള്ള ബാസ്റ്റ് ഫൈബർ ആണ്. നെക്സ്റ്റ് ആണ് ഓയിൽ ഈൽഡിങ് പ്ലാന്റ്. ഓയിലിന് വേണ്ടി നമ്മൾ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ മസ്റ്റാർഡ്. മസ്റ്റാർഡ് ബ്രാസിക്ക ജുനീഷ്യ. ബ്രാസിക്ക ജുനീഷ്യ. ദ സീഡ്സ് ആർ യൂസ്ഡ് ടു എക്സ്ട്രാക്ട് എഡിബിൾ മസ്റ്റാർഡ് ഓയിൽ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവരുടെ സീഡിൽ നിന്നും മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണ നമ്മൾ എന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് സൺഫ്ലവർ. ഹെലിയാന്തസ് ആൻഡ് ന്യൂസ്. ഹെലിയാന്തസ് ആൻഡ് ന്യൂസ്. സൺഫ്ലവർ ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ കുക്കിംഗ് ആൻഡ് ഫുഡ് പ്രോസസ്സിങ്. കുക്കിങ്ങിനും ഫുഡ് പ്രോസസ്സിങ്ങിനും നമ്മൾ സൂര്യകാന്തി എണ്ണ എന്ത് ചെയ്യും? സൺഫ്ലവർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യും. അടുത്തയാണ് ഓയിൽ പാം. ഇലൈസ് യൂജെനസിസ്. യൂജെനസിസ് പ്രൊഡ്യൂസ് പാം ഓയിൽ. പാം ഓയിൽ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓയിൽ പാമിനെ യൂസ് ചെയ്യും. അടുത്തയാണ് കോക്കനട്ട്. കൊക്കോസ് ന്യൂസിഫറ. സയന്റിഫിക് നെയിം ആണ് കൊക്കോസ് ന്യൂസിഫറ. കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം കൊക്കോസ് ന്യൂസിഫറ. യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കോക്കനട്ട് ഓയിൽ. ഇതിൽ നമ്മൾ കൊപ്രയാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? കോക്കനട്ട് ഓയിൽ. അതായത് നമ്മൾ അതിന്റെ ഇന്നർ ഭാഗം നമ്മൾ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഉണക്കിയെടുക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കൊപ്ര. ഇതിനെയാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുക്കിങ്ങിലും ഹെയർ ഓയിലുകളും കോസ്മെറ്റിക്സിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. ഈ നമ്മൾ നോക്കുന്നത് മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഇൻ ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, കോക്കനട്ട്. ജാക്ക് ഫ്രൂട്ടിന്റെ സയന്റിഫിക് നെയിം ആണ് ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലം. ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലം. ജാക്ക് ഫ്രൂട്ടിന്റെ സയന്റിഫിക് നെയിം ആണ് ആർട്ടോകാർപ്പസ് ഹെറ്ററോഫില്ലം. ഇതിന്റെ ഫ്രൂട്ടിനെ നമ്മൾ വിളിക്കും സോറോസിസ്. ഇതിൽ നമ്മൾ ചക്കയുടെ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ടിന്റെ എഡിബിൾ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, എഡിബിൾ ഫ്ലേക്സ് എന്ന് പറയുന്നത് പെരിയാന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ എന്താണ് സെപ്പലുകളായിട്ടുള്ള പെരിയാന്ത്. നമുക്ക് കാർപ്പൽ എന്നോ സെപ്പൽ എന്നോ തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും പെരിയാന്ത്. ഈ പെരിയാന്തുകളാണ് നമ്മുടെ എഡിബിൾ ഫ്ലേക്സ് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്നിങ് എ മെംബ്രെയിനസ് സാക്ക് കണ്ടെയ്ൻ സീഡ്. ഓക്കെ, നമ്മൾ ഈ ഫ്ലേക്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു മെംബ്രെയിനസ് സാക്ക് ഉണ്ട്. അതിനകത്തൊരു ബിഗ് സീഡ് നമുക്ക് കാണാം. ഈ മെംബ്രെയിൻ ബാഗ് എന്ന് പറയുന്നത് അതിന്റെ പെരികാർപ്പാണ്. ഫ്രൂട്ടിന്റെ വോളായിട്ടുള്ള പെരികാർപ്പാണ് ഈ മെംബ്രെയിൻ ബാഗ് എന്ന് പറയുന്നത്. ഈ എഡിബിൾ ഫ്ലേക്സിന്റെ ഇടയ്ക്ക് നമുക്ക് വൈറ്റിഷ് ആയിട്ടുള്ള നോൺ എഡിബിൾ സ്ട്രക്ചറുകൾ ഉണ്ട്. ഇറ്റ് റെപ്രസെന്റ് അൺഫെർട്ടിലൈസ്ഡ് ഫ്ലവറുകൾ. ഇതാണ് ഇവരുടെ മോർഫോളജി. നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗത്തിന്റെ മോർഫോളജി. ഫ്രൂട്ടാണ്, സോറോസസ് ആണ് ഫ്രൂട്ട്. അതിന്റെ എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത്, ഫ്ലേക്സ് എന്ന് പറയുന്നത് ഒരു പെരിയാന്താണ്. അതിനകത്തൊരു മെംബ്രെയിൻ ഉണ്ട്, അതിനകത്തൊരു ബിഗ് സീഡ് ഉണ്ട്. ഈ എഡിബിൾ ഫ്ലേക്സിന്റെ ഇടയ്ക്ക് നമുക്ക് വൈറ്റിഷ് ആയിട്ടുള്ള കുറച്ച് റീജിയൻസ് കാണാൻ സാധിക്കും. ഇതെന്ന് പറയുന്ന അൺഫെർട്ടിലൈസ്ഡ് ഫ്ലവർ ആയിരിക്കും. ഇതാണ് ജാക്ക് ഫ്രൂട്ട്. പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് സീനോകാർപ്പിയം. അതായത് മൾട്ടിപ്പിൾ ഫ്രൂട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത്? സീനോകാർപ്പിയം. മൾട്ടിപ്പിൾ ഫ്രൂട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ് സീനോകാർപ്പിയം. ഇതിന്റെ ഫ്രൂട്ടും സോറോസിസ് ആണ്. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലഷി ആക്സസ് ഉണ്ട് ഫ്രൂട്ടിന്. അതിനകത്ത് എന്തുകൊണ്ട്? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്ലവറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ജ്യൂസി ആണ്, എഡിബിൾ ആണ്. ഇതാണ് ഏത്? പൈനാപ്പിൾ. അടുത്തയാണ് നമ്മുടെ കോക്കനട്ട്. ന്യൂട്രീഷനിൽ നമ്മൾ യൂസ്ഫുൾ ചെയ്യുന്ന അതിന്റെ ഭാഗം എന്ന് പറയുന്നത് എൻഡോസ്പേം ആണ്. ഫ്രൂട്ടിനകത്തിരിക്കുന്ന എൻഡോസ്പേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ എൻഡോസ്പേം തന്നെ മോർഫോളജിക്കലി രണ്ട് രൂപത്തിൽ കാണുന്നു. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമും സെല്ലുലാർ എൻഡോസ്പേമും. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമും സെല്ലുലാർ. ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, പക്ഷെ അവർ സെല്ലുലാർ ആകുന്നില്ല. ന്യൂക്ലിയസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഫ്രീ ന്യൂക്ലിയർ സ്റ്റേജ് ഇരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. നമ്മൾ കോക്കനട്ട് എടുത്തു കഴിഞ്ഞാൽ കോക്കനട്ടിന്റെ ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രീ ന്യൂക്ലിയർ ആയിരിക്കും. കോക്കനട്ടിനകത്ത് തേങ്ങാ വെള്ളം എന്ന് പറയുന്നത്
ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ എൻഡോസ്പേമിനകത്ത് ഈ ഫ്രീ ന്യൂക്ലിയസുകൾക്കിടയ്ക്ക് എന്ത് ഫോം ചെയ്യാൻ തുടങ്ങും? സെൽ വോള് അല്ലെങ്കിൽ സെല്ല് രൂപപ്പെടും. അത് സെല്ലുലാർ ആയിട്ട് മാറും. സോളിഡ് ആയിട്ടുള്ള സെല്ലുലാർ എൻഡോസ്പേം ആയിട്ട് മാറും. ഇതാണ് നമ്മൾ കോക്കനട്ടിന്റെ മീറ്റ് അല്ലെങ്കിൽ കേർണൽ ആയിട്ട് അതിന്റെ വൈറ്റിഷ് പോർഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻഡോസ്പേം ആണ് കോക്കനട്ടിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഗം. എൻഡോസ്പേം തന്നെ രണ്ട് രീതിയിൽ കാണും. ഫ്രീ ന്യൂക്ലിയറും ഉണ്ട്, സെല്ലുലാറും ഉണ്ട്. കോക്കനട്ടിന്റെ വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ ആയിരിക്കും. അതിനകത്തിരിക്കുന്ന മീറ്റ് അല്ലെങ്കിൽ കേർണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോളിഡ് ആയിട്ടുള്ള എൻഡോസ്പേം ആയിരിക്കും. അറൗണ്ട് ദിസ് ഫ്രൂട്ട് ലെയേഴ്സ്, അതിന് ചുറ്റുമാണ് അതിന്റെ ഫ്രൂട്ട് ലെയറുകൾ പ്രസന്റ് ആയിട്ടുള്ളത്. ഇത്രയുമാണ് എക്കണോമിക് ബോട്ടണിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ. എക്കണോമിക് ബോട്ടണി പഠിക്കുമ്പോൾ പ്രധാനമായും പ്ലാന്റുകളും അവരുടെ സയന്റിഫിക് നെയിമുകളും പഠിക്കുക. ഇനി ഏത് ഭാഗമാണ് മോർഫോളജിക്കലി നമ്മൾ ഏത് ഭാഗമാണ് യൂസ് ചെയ്യുന്നതും കൂടി എന്ത് ചെയ്യുക, നമ്മൾ നോക്കി വെക്കുക. അത്രയുമാണ് നമുക്ക് പ്രീവിയസിലും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.